ഇന്നത്തെ ഡിഷ് ഒരു മീൻകറിയാണ്. ഹായ്, വെൽക്കം ബാക്ക് ടു കുറുമീസ് വേൾഡ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ എടുത്തിരിക്കുന്ന മീൻ അയിലയാണ്. മുറിച്ചെടുത്ത മീൻ കഴുകി വൃത്തിയാക്കി ചട്ടിയിലേക്ക് മാറ്റാം. 2 മുളക് അരിഞ്ഞത്, പച്ചമുളക്, കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിയുപ്പ് ചേർത്താലും മതി. 1 ടീസ്പൂൺ കല്ലുപ്പ്, 1 തണ്ട് വേപ്പില, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, 5 ഉള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. എരിവിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ മുളക് പൊടിയുടെയോ പച്ചമുളകിൻ്റെയോ അളവ് കൂട്ടാം. അപ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചേർക്കുന്നത് ഓപ്ഷണലാണ്. നന്നായി മിക്സ് ചെയ്യുക. നമുക്കിത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായ കുടംപുളി എടുത്ത് വയ്ക്കാം. കുടംപുളിയാണ് ഞങ്ങളിവിടെ എടുക്കുന്നത്. 4 കുടംപുളിയാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. ഇത് കഴുകാം. കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. 1 കപ്പ് തേങ്ങ അരപ്പിലേക്ക് വേണം. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, അരച്ചെടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്ത് അരച്ച അരപ്പാണിത്. ഇപ്പം നമുക്ക് മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ 5 അയിലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് തൃശ്ശൂർ സ്റ്റൈലിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ആ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. മിക്സി ജാറ് കഴുകിയെടുത്ത വെള്ളമാണിത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടോ? നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച കുടംപുളി ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം. പുളി ഇട്ട് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ്. ഇനി നമുക്കിത് മീഡിയത്തിലേക്ക് ഇടാം. ഇത് ചുറ്റിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം. അടി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മീൻ കഷ്ണം എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഉപ്പും പുളിയൊക്കെ പാകമാണ്. ഇനി വേറൊന്നും ചേർക്കേണ്ടതില്ല. കറി കാച്ചാനായുള്ള ഉള്ളി അരിഞ്ഞെടുക്കാം. കാച്ചാനായി ചട്ടി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം വേപ്പിലയും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. ഉള്ളി ഗോൾഡൻ ബ്രൗണിഷ് കളർ ആകുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉള്ളിയുടെ നിറം മാറി തുടങ്ങി. ഉള്ളി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നമുക്ക് ആക്കി കൊടുക്കാം. ട്രൈ ചെയ്യണേ. ഒപ്പം ഞങ്ങളുടെ മറ്റ് വീഡിയോസ് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ.